പ്രശാന്ത് സർ നമസ്കാരം. ഇത് നമസ്കാരം. ഉപരോധങ്ങളുടെ കാലമാണ്. അപ്പോൾ ഉപരോധത്തെക്കുറിച്ചല്ലാണ്ട് മറ്റൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അമേരിക്കയാണെങ്കിൽ ഉപരോധം കൊണ്ട് എല്ലാവരെയും മുച്ചൂടും മുടിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന രാജ്യങ്ങൾക്കും റഷ്യയ്ക്കുമായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. താരിഫൊക്കെ ചുമത്തി അത് അതിഗംഭീരമായിട്ടുള്ള ചർച്ചകളൊക്കെ അതിനെ തുടർന്ന് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ അറിയുന്നു, ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഈ അമേരിക്കയുടെ ഈ പോക്ക് ഇതെങ്ങോട്ടാണ്? എന്തായാലും അതിന് തക്കതായിട്ടുള്ള മറുപടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണ് സാർ അത്? ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടല്ലാതെ ഒരു താല്പര്യവും ഒരു രാജ്യത്തിന്റെയും സംരക്ഷിക്കരുത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമേ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടാവത്തുള്ളൂ. വ്യാപാര കരാറിന്റെ കാര്യത്തിലായാലും പ്രതിരോധ കരാറിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും അതങ്ങനെ ഉണ്ടാകത്തുള്ളൂ എന്ന് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഉപരോധം കാണിച്ച് പേടിപ്പിക്കേണ്ടത് പലവട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഞാൻ ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം, ഉപരോധം വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നാണല്ലോ ചോദിച്ചത്. ഉപരോധം വന്നാൽ പ്രശ്നമാണ് നമുക്ക്. ഉപരോധം അതിനാണല്ലോ ഇയാൾ ഉപരോധം എന്ന് പറയുന്നത്. ഉപരോധം വന്നാൽ നമുക്കിടെ സാധനങ്ങൾക്ക് ഒരുപക്ഷെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ വില വരികയും അപ്പം നമ്മളുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുകയും അല്ലെങ്കിൽ അത്തരത്തിൽ വാങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഈ പറയുന്ന കമ്പോളത്തിൽ, അമേരിക്കൻ കമ്പോളത്തിൽ ഇപ്പൊ കിട്ടുന്ന പരിഗണന കിട്ടാതെ വരികയും നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇന്ത്യ ഇതൊന്നും അന്നേരം തന്നെ മറുപടി പറഞ്ഞു. ഇന്ത്യ ഇതൊന്നും വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഇന്ത്യ അല്ല. നമുക്കറിയാം, പണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്കെതിരെ ഒരു ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയ, നമ്മൾ അണു പരീക്ഷണം വാജ്പേയിയുടെ കാലത്ത് നടത്തിയ, പൊഖ്റാനിലാണ് അണുപരീക്ഷണം നടന്നത്. ഇയാൾ അന്ന് സാറ്റലൈറ്റും ഒക്കെ ആയിട്ട് നിന്നിട്ട് ഇതുവരെ അവന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഇന്നത്തെ 2014 ശേഷം ഇപ്പൊ ഈ 2024 വന്നിരിക്കുന്ന ഇന്ത്യ അല്ല, വാജ്പേയിയുടെ കാലത്തുള്ള ഇന്ത്യയിൽ ഇന്ത്യ ആ സമയത്ത് അമേരിക്ക ഇന്ത്യയെ ലോകത്തുള്ളത് മൊത്തത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ്റലൈറ്റ് സംവിധാനം ഒരുപക്ഷെ ഉള്ള രാജ്യങ്ങൾ ഒന്നോ രണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നാമതുള്ള ഒരു ഇസ്രായേലിൽ നിന്ന് കാണുമായിരിക്കും, അമേരിക്കയും കാണുമായിരിക്കും. അവർ നോക്കിയിട്ട് നമ്മളുടെ അണുപരീക്ഷണം എവിടെ വെച്ച് നടത്തി അല്ലെങ്കിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും അവർക്കറിയാൻ സാധിച്ചിട്ടില്ല. ഇന്നും അവർക്കറിയത്തില്ല പൊക്രാൻ അന്ന് വാജ്പേയി നടത്തിയ അണുപരീക്ഷണം എവിടെ വെച്ചായിരുന്നുള്ള സ്പോട്ട്. അന്ന് നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ, അന്ന് നമ്മൾ ആ ഉപരോധം അതിജീവിച്ച രാജ്യമാണ്. പിന്നെ ഇപ്പൊ ഈ പറയുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ്, ഇപ്പം ഈ ഇറാനെതിരെ വന്നതിനകത്ത് നമ്മളുടെ 4-5 കമ്പനി, അതായത് 2240 ബില്യൺ ഡോളറിന്റെ പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പം അതാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ രാജ്യങ്ങൾ, ആ ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ ആ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് നേരത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ റഷ്യയുമായിട്ട് ഒരു പ്രശ്നം, 50 ദിവസത്തേക്കകം യുദ്ധം നിർത്തണം, യുദ്ധം നിർത്തുന്നതിന് റഷ്യക്ക് താക്കീത് കൊടുക്കുന്നതിന്, സമാധാനത്തിലേക്ക് വരുന്നതിന് റഷ്യയുമായിട്ട് അമേരിക്ക പറയുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പറയുമ്പോൾ, നാറ്റോ പറയുമ്പോൾ, റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ, അതായത് അമേരിക്ക, ചൈനയുണ്ട്, പക്ഷേ ഇന്ത്യ ഉണ്ട്, ബ്രസീലുണ്ട്, ആ രാജ്യങ്ങൾ സഹായിച്ചാൽ അല്ലെങ്കിൽ അവരുടെ നിന്ന് സാധനം മേടിച്ചാൽ, അവരുടെ പെട്രോളിയം പ്രോഡക്ട്സ് മേടിച്ചാൽ, ആയുധങ്ങൾ മേടിച്ചാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ ഏർപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ, റഷ്യ ഈ യുദ്ധം നിർത്താതെ മുന്നോട്ട് പോകുന്ന രീതി വന്നാൽ അത്തരത്തിൽ ഉണ്ടാകുന്ന രാജ്യങ്ങളിലേക്ക് 500% അന്ന് താരിഫ് ഏർപ്പെടുത്തുന്നു. ഇന്ത്യ പറഞ്ഞ് ഏർപ്പെടുത്തിട്ട് അന്നേരം ഈ പറയുന്ന ചൈന പോലും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ത്യ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ ഒരു രാജ്യത്തിനും ഗുണം ഉണ്ടാകുന്ന ഒരു രീതിയില്ലെന്ന് ഇന്ന് ഇപ്പൊ 25% താരിഫ് ഏർപ്പെടുത്തിയ രാജ്യത്തിന്റെ കൂടെ അവർ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അന്ന് 500%, അതുപോലെ നമ്മുടെ അടുത്ത് നാറ്റോ രാജ്യം എന്ന് പറഞ്ഞില്ലേ, നാറ്റോ രാജ്യം പറഞ്ഞു, യൂറോപ്യൻ രാജ്യം പറഞ്ഞു കാണിച്ചു തരാൻ, ആര് വന്നാലും വരട്ടെ കാണിക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണല്ലോ ഈ നാറ്റോയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ ശക്തമായിട്ടുള്ള ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി. അല്ലെങ്കിൽ അതെല്ലാം സായിപ്പിന്റെ രാജ്യമാണ്. ഈ സായിപ്പിന്റെ സായിപ്പന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ ഇവിടെ, പശ്ചിമേഷ്യ അല്ലെങ്കിൽ അത്തരത്തിൽ ആ കൂട്ടായ്മ ഉണ്ടല്ലോ. പിന്നെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധമില്ല, ഫ്രാൻസുമായിട്ട് ബന്ധമില്ല, പല രാജ്യങ്ങളുമായിട്ടും ലോകത്തുടനീളമുള്ള രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഈ പറയുന്ന അമേരിക്കയുടെ തെട്ടൂറും അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ട് ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ തെട്ടൂരും ഒന്നും വകവയ്ക്കാതെ വരുമ്പോൾ ഈ നാറ്റോയ്ക്കകത്ത് യൂറോപ്യൻ രാജ്യത്തിനകത്തും നമ്മളുമായിട്ട് ബന്ധമുള്ളതും നമ്മളുമായിട്ട് അല്ലെങ്കിൽ പരസ്പര ധാരണയോടുകൂടി പോകും നമ്മുടെ വ്യാപാര കരാറും പ്രതിരോധ കരാറും ഒക്കെ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള പല രാജ്യങ്ങളും ഉണ്ട്. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു പോക്ക്, അതായത്
ആ പറയുന്ന അമേരിക്കയുടെ തിട്ടൂരം അനുസരിച്ച് പോകുന്ന രാജ്യങ്ങളുള്ള അല്ലെങ്കിൽ രാജ്യങ്ങളുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ലോകക്രമം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് വേറെ വ്യത്യസ്തമായ ഒരു ലോകക്രമത്തിലേക്ക് കാലത്തെ കൊണ്ടെത്തിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് വഴിതെളിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറും. അമേരിക്ക പഠിക്കാൻ പോവുകയാണ്. ഈ ട്രംപ് പറയുന്നത് പോലെ ട്രംപ് പൊളിഞ്ഞു കൊട്ടേക്ക്. കാരണം അങ്ങനത്തെ ഒരു ജാതകമായി ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല പണ്ടത്തെ ഇന്ത്യ അല്ല, ഇന്ത്യയുടെ കമ്പോളം തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യയോട് പണിഞ്ഞിട്ട് ഇന്ത്യക്ക് പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ അമേരിക്കയ്ക്ക് പാഠം പഠിക്കേണ്ടി വരും. ഇയാൾ ഒരു വലിയ നമ്മൾ ഈ ദേശീയ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ പാൽ ഇങ്ങോട്ട് ഇറക്കുന്നത് കൃത്രിമ പാൽ, അവിടുത്തെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവിടെ ഉണ്ടാക്കുന്ന അതും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ സോയാബീന് മറ്റു മറിച്ചതും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു പാല് ഇറക്കുമതി, ലോകത്തെ നമ്പർ 1 പാല് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തേക്ക് അവന്റെ പാല് കൊണ്ടുവന്ന് പന്നപ്പാൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണമെന്ന് പറഞ്ഞാൽ അമേരിക്കയല്ല ആര് പറഞ്ഞാലും അത് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നല്ല ഒന്നാം തരം സോയാബീൻ ഇവിടെ നാട്ടിൽ അങ്ങോട്ട് വിതച്ചിട്ട് തിന്നിടത്ത് അവിടുത്തെ ആർട്ടിഫിഷ്യൽ സോയാബീൻ അല്ലെങ്കിൽ അവന്റെ പച്ചക്കറി നമ്മളുടെ കൃഷിക്കാരുള്ളിടത്ത് ആ പച്ചക്കറി കമ്പോളം ഇവിടുത്തെ കൃഷിക്കാരന് തുറന്നു കൊടുക്കാതെ അയാൾക്ക് തുറന്നു കൊടുക്കണം. ഇവിടെ പാൽ ഇവിടെ ഉണ്ടാക്കി മോദി വന്നതിന് ശേഷം ഇവിടുത്തെ ക്ഷീര കർഷകരെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ലോകത്തെ നമ്പർ 1 പാൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇറന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ പാൽ ഇവിടെ വയ്ക്കണം. ഇയാള് തലയ്ക്ക് സുഖമില്ലാത്തവരല്ലേ സംഭവിക്കത്തുള്ളൂ. അയാൾ വിചാരിച്ച് ഈ പറഞ്ഞ നേരത്തെ ഇരുന്ന നെഹ്റുവോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഒക്കെ ഏത് ഭരിക്കുന്നത് എന്തെങ്കിലും പുറകെ കൂടെ കൊടുത്താൽ, അല്ലാണ്ട് നമ്മൾ ഈ കൈക്കൂലിക്കാർ പുറകെ കൂടെ കൈ വെച്ചേക്കത്തില്ല, ഇങ്ങനെ അതിനകത്തോട്ട് നമ്മൾ കൊടുത്തേച്ച് കാര്യം സാധിച്ചുകൊണ്ട് പോകത്തില്ല. ആ സൈസ് ആളല്ലത്. ഇവിടെ പാല് ഇറക്കാൻ ഇയാൾ പാല് ഇവിടെ വേണ്ട, ഇവിടുത്തെ പാല് നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്, ഇവിടെ അങ്ങനെയാണ് പാൽ ഇറക്കുന്നത്. അപ്പം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ വരട്ടാൻ വന്നു സംസാരിച്ചു പരസ്പരം ധാരണയോട് കൂടി പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ലോകത്തെ നമ്പർ 1 രാജ്യമാണ്. നമുക്ക് അവിടുത്തെ കരാറുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് കുറച്ച് എക്കണോമിക്കൽ ഗ്രോത്തിന് വിഷയം വരും എന്ന് പറഞ്ഞിട്ട് അയാളുടെ സാധനം എല്ലാം കൂടി ഇവിടെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ഇപ്പൊ ആ ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ഉപയോഗിച്ച TV, അവിടെ ഉപയോഗിച്ച സാധനം എല്ലാം കൂടി ഇവിടത്തെ ഈ ഇന്ത്യൻ ഭരണാധികാരികളുടെ സഹായത്തോടെ ഇവിടെ കയറ്റുമതി ചെയ്ത് ഇവിടെ വിറ്റ് അവിടെ നിന്ന് വേസ്റ്റ് സാധനം, അതായത് ഈ പറയുന്ന TV അതുപോലെ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്ന വേസ്റ്റ് ലോകത്ത് എവിടെ ഡംപ് ചെയ്താലും കുഴപ്പമില്ല. ആ വേസ്റ്റ് ഡംപ് ചെയ്യാൻ സ്ഥലമില്ലാത്തപ്പോൾ ആ സാധനം കാശ് കൊടുത്ത് മേടിച്ച് ഇവിടെ കൊണ്ട് വിറ്റ ഒരു കാലമുണ്ട് കോൺഗ്രസിന്റെ. ആ കാലമല്ലല്ലോ ഈ കാലം. കാരണം ഇവിടെ ആവശ്യമുള്ളത് നമ്മൾക്കിടെ ഇവിടെ ബിസിനസ്, നമ്മുടെ ഇന്ത്യയെ ബാധിക്കാത്ത രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ നിങ്ങൾ വിറ്റോ, അല്ലെങ്കിൽ നിങ്ങൾ വിറ്റോ, നിങ്ങൾ എവിടുന്ന് നമ്മുടെ താരിഫിന് അനുസരിച്ച് സാധനം ഇറക്കുമതി ചെയ്തോ വിറ്റോ, അതിനൊന്നും കുഴപ്പമില്ല. ഇറക്കുമതി ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഇയാളെ കൃത്രിമ പാൽ ഇവിടെ കൊണ്ടുവരിക, ഞങ്ങളുടെ താരിഫിനനുസരിച്ച് കൊടുക്കും. ഇയാൾക്ക് താരിഫ് ഇല്ലാതെ തുറന്നു കൊടുക്കണം. മറ്റൊരു സംസാരിച്ച് അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ധാരണയിൽ എത്തുന്നതിന് വേണ്ടി ഈ ഓഗസ്റ്റ് 1-ാം തീയതി ഇവിടെ വരാനിരിക്കുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് പണിഷ്മെന്റും തരും, 25% താരിഫും തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വരട്ടെ എന്ന് പറഞ്ഞിട്ട് താരിഫൊന്നും തന്ന് നമ്മളെ വരട്ടൊന്നും വേണ്ട, നമ്മുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കത്തുള്ളൂ എന്ന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചൈനയും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇയാൾ ആദ്യമേ ഈ താരിഫ് യുദ്ധവുമായിട്ട് വന്നല്ലോ. ഇയാൾ ആദ്യമേ വന്ന് അധികാരമേറ്റതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും താരിഫ് യുദ്ധം, എന്തിയ താരിഫ് അല്ലെ ഏത് രാജ്യം അംഗീകരിച്ചു? എല്ലാം ഇയാൾ പിൻവലിക്കേണ്ടി വന്നില്ല. 90 ദിവസത്തിന് ശേഷം നമുക്ക് ആലോചിക്കാന്ന് പറയും. ഇപ്പൊ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് പൊളിഞ്ഞു കൊട്ടേക്കറും. കാരണം അമേരിക്കയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നാൽ അല്ലെങ്കിൽ അമേരിക്കയെ അംഗീകരിക്കാതെ വന്നാൽ ഞങ്ങളുടെ രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചിട്ടേ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു രാജ്യം ഇന്ന് ലോകത്ത് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്. അല്ലെങ്കിൽ ഇന്ത്യ പറഞ്ഞാൽ അതിന്റെ പുറകെ നിൽക്കാൻ ഒരു ലോകക്രമം ഉണ്ടാവും. ഇത് വരാൻ പോവാ. ഒറ്റ രാജ്യം ട്രംപിന്റെ പഴയ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ തിട്ടൂരങ്ങൾ അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥയില്ല. ബുദ്ധിയില്ലാത്തവനാ ട്രംപ്. അയാൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ എണ്ണ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ എണ്ണ ഖനനം ചെയ്യാൻ ചൈനക്കാരൻ അവിടെ ചെന്ന് ഈ പറഞ്ഞ റെയർ മെറ്റീരിയൽസിന് വേണ്ടി ബലൂചിസ്ഥാനിൽ പോയി ചൈനയെ അവിടുന്ന് ഓടിയ വഴിക്ക് പുല്ലുപോലും കളിച്ചിട്ടില്ല, അറിയാവോ? അവിടുന്ന് ശാസ്ത്രജ്ഞന്മാരും പിൻവലിച്ച്, ഉദ്യോഗസ്ഥന്മാരും പിൻവലിച്ച്, ഖനിയും പിൻവലിച്ച്, എയർപോർട്ടും പിൻവലിച്ച്, അല്ലെങ്കിൽ വിമാനത്താവളം കോടിക്കണക്കിന് അപ്പോഴായും അമേരിക്കക്കാരൻ ചെല്ലുക. അവിടുത്തെ പ്രശ്നം ഈ പറയുന്നത് പോലെ തീർത്തിട്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമുള്ളിടത്ത് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പൊ നാളെ കാലത്ത് ഇന്നത്തെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാം, നാളെ കാലത്തെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കുന്നു. നല്ല സ്വപ്നമാണ്. പുള്ളി ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ ട്രംപ് ഇപ്പൊ തന്നെ 86 അപ്പൊ അയാൾക്ക് ഇത് കാണാൻ പറ്റും. അയാൾക്ക് എന്തും പറഞ്ഞിട്ട് പോകാമല്ലോ ഇപ്പൊ തന്നെ. അപ്പം ഇന്ത്യ മേടിക്കുന്നു. അതിന് ഇവിടെ എണ്ണ ഖനനം ചെയ്താൽ പറ്റിയാലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടത്താൻ പറ്റുന്ന രാജ്യം ആണെങ്കിലല്ലേ കാര്യങ്ങളുള്ളൂ. അപ്പം അത്തരത്തിലേക്കുള്ള ഒരു വിഡ്ഢി കുശ്മാണ്ഡം, അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്തവൻ, അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ 2 പ്രാവശ്യം മാത്രം അധികാരത്തിൽ വരാൻ പറ്റുന്ന അമേരിക്കയുടെ ചിട്ട അനുസരിച്ച് ഈ പ്രാവശ്യത്തോടു കൂടി ഈ അമേരിക്കൻ കച്ചവടം ചെയ്ത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ട് ഇയാൾ വലിയ ബിസിനസ്സാണ്. ഇയാളുടെ മോനെയും മരുമോളെയും മറ്റവരെയും ഒക്കെ
ചില താല്പര്യങ്ങളും ചില ബിസിനസ്സിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പോകുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. പക്ഷെ ഇന്ത്യയുടെ അടുത്ത് അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്നതും വഴങ്ങിക്കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കത്തില്ല, വഴങ്ങിക്കൊടുക്കത്തില്ല. ആ വഴങ്ങിക്കൊടുക്കാത്തതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് ഉണ്ടാവും. ഇന്ത്യക്ക് പുറകെ ഈ ലോകത്ത് പല രാജ്യങ്ങളും, അത് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടാവും, നാറ്റോ രാജ്യങ്ങളുണ്ടാവും, മറ്റ് ഈ പറയുന്ന GCC രാജ്യങ്ങളുണ്ടാവും. എല്ലാം ഇതേ ഫോളോ അപ്പ് പിന്തുടർന്നാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ അല്ലെങ്കിൽ പോലീസായിട്ടുള്ള കളിയും ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ടുള്ള കളിയും എല്ലാം അവസാനിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഈ താരിഫും അല്ലെങ്കിൽ ഈ തുട്ടൂരവും ഒന്നും അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഇന്ത്യയുടെ വർത്തമാനം. ഇന്ത്യക്ക് സ്വന്തമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് പറയാൻ ആരുടെയും ആവശ്യമില്ല. ഇപ്പോൾ ഈ നിലപാട് ഇന്ത്യ പറയുന്നതിലൂടെ സാറ് പറഞ്ഞതുപോലെ തന്നെ പിന്നാലെ മറ്റ് രാജ്യങ്ങൾ കൂടി വരുമ്പോൾ അമേരിക്കയുടെ സർവാധിപത്യം തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ്. അത് കണ്ടു നിൽക്കാൻ ട്രംപിന് അശേഷം മനസാന്നിധ്യവും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം സാർ. നന്ദി.